Respected dear family members, my pranams to you. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആരോഗ്യ സംബന്ധമായ ഒരു പോയിന്റ്. I will be discussing about one point connected with your health. Last time I explained about iron deficiency and anemia, how to solve that. അനീമിയയും ഇരുമ്പ് സത്തിനെയും കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ധാരാളം പേരത് കണ്ടു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സൂര്യ നമസ്കാരത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ മക്കളും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രണ്ടോ മൂന്നോ സൂര്യ നമസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. 1 or 2 Surya Namaskara, sun salutation you should do. The merit of the Surya Namaskara is that each Surya Namaskara, if you are doing systematically and custommatically word is not there, but I think you can understand the meaning. ഓരോ സൂര്യ നമസ്കാരവും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ it has got 10 yogasana, 10 യോഗാസനങ്ങൾ അതിലുണ്ട്. Each yogasana, if you are performing completely, will give harmonious exercise for the 186 movable joint of our body. 186 മൂവബിൾ ജോയിന്റ്, 207 ജോയിന്റ് ശരീരത്തിലുള്ളത്, 186 മൂവബിൾ ആണ്. 186 മൂവബിൾ ജോയിന്റ്സിനും ഹാർമോണിയസ് എക്സർസൈസ് സ്ട്രെയിൻ ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് സ്പിരിച്വാലിറ്റിയുടെ കൂടി അഡീഷനോടുകൂടി ചെയ്യുന്ന ഒരേ ഒരു എക്സർസൈസ് ആണ് സൂര്യ നമസ്കാരം. It has got a mixing of spirituality and health science. And Surya Namaskara is known as the king of the exercises. വ്യായാമങ്ങളുടെ രാജാവാണ്. Instead of running early morning for 2 kilometers or brisk walking, doing 3 or 4 Surya Namaskaram will be ideally suited for anybody, provided age-wise and physiologically pregnancy or other things are not there. Do Surya Namaskaras in a harmonious way, not very fast. Every movable joint will be undergoing exercise. The muscle will also be getting relaxed. The lactic acid accumulated in the muscles will be directly injected to the mainstream of the blood and blood circulation will be increased during the Surya Namaskara. The filtration of the blood through the kidneys will be taking place perfectly. The 13 buffer system of the body, that will also be maintained perfectly. നമ്മുടെ ശരീരത്തിന് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ 207 അസ്ഥിസന്ധികളുള്ളതിൽ 186 മൂവബിൾ ജോയിന്റ്സ് ഉണ്ട്. 186 മൂവബിൾ ജോയിന്റ്സും 10 യോഗാസനങ്ങളിലൂടെ പെർഫെക്റ്റ് എക്സർസൈസിന് വിധേയമാകുന്നു. ഈ മസിലുകൾക്കിടയ്ക്കുള്ള ലാക്റ്റിക് ആസിഡ് അത് ബ്ലഡിന്റെ മെയിൻ സ്ട്രീമിൽ വരും. അതേപോലെ ആഡിപ്പോസ് ടിഷ്യൂവിലുള്ള ഫാറ്റ് അക്യൂമുലേറ്റഡ് അത് മെയിൻ സ്ട്രീമിലേക്ക് വരും. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. കിഡ്നിയിലൂടെ ഫിൽട്രേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റീസ് ഫിൽട്ടർ ചെയ്ത് യൂറിനായിട്ട് പുറത്തേക്ക് പോകും. സൂര്യ നമസ്കാരം കഴിഞ്ഞ് ഒരു 4-5 ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് വിചാരിക്കാം. ലോ ബി പി അല്ലെങ്കിൽ നോർമൽ ബി പി ഉണ്ടെങ്കിൽ 4-5 ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് വിചാരിക്കാം. If you are drinking 4 or 5 glass water after doing Surya Namaskara, automatically it will be absorbed from the stomach itself. ആമാശയത്തിൽ നിന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് നേരെ ബ്ലഡ് സ്ട്രീമിൽ പോയിട്ട് ഒരു പെർഫെക്റ്റ് ക്ലീനിങ് ഓഫ് ദ ബ്ലഡ് വിൽ ബി ടേക്കിംഗ് പ്ലേസ്. നമ്മുടെ ബ്ലഡ് 100% ക്ലീൻ ആകാൻ ഈ ഒരു സൂര്യ നമസ്കാരത്തിന് ശേഷം 3, 4, 5 ഗ്ലാസ് വെള്ളം കുടിക്കാം. എത്ര പെർഫെക്റ്റ് അറിയോ? 13 ബഫർ സിസ്റ്റമാണ് നമ്മുടെ ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ബഫർ സിസ്റ്റവും സോൾട്ടും അസിഡിറ്റിയും everything will get filtered off when blood circulation increases. Once the blood is getting purified, നമ്മുടെ രക്തം ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ the possibility of disease will be minimum.
മാത്രമല്ല, when you do Surya Namaskara, blood circulation to the brain will be taking place maximum. തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ പരമാവധി എടുക്കും. അപ്പൊ തലച്ചോറ് ക്ലീൻ ആവും. ആവശ്യത്തിന് ഫ്രക്ടോസ് ഷുഗറാണ് ബ്രെയിൻ വർക്കിന് വേണ്ടത്. അത് ബ്രെയിനിലേക്ക് എത്തും. നമ്മൾ എനർജറ്റിക് ആവും. എല്ലാ കോർണറിലുള്ള ബ്ലഡ് സർക്കുലേഷന്റെ ബ്ലോക്ക് ഇല്ലാണ്ടാവും. The block of blood circulation wherever the capillaries are there, that will be pumped out very fast. മാത്രമല്ല, nutritional supply will be perfect. The blocking of the blood will be released. ഈ ദോശമാവിന് വെള്ളമില്ലാതെ ദോശ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? നല്ലോണം വെള്ളം ഒഴിച്ച് ദോശമാവിൽ ദോശ ഉണ്ടാക്കിയാലോ? When the dosa paste, if you are making the dosa without adding enough water, what will happen? When you drink 4 or 5 glass water, 4-5 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ the blood will become dilute. ബ്ലഡ് ഡൈല്യൂട്ട് ആവും. ഫാസ്റ്റായിട്ട് പമ്പിങ് നടക്കും. വേസ്റ്റ് മെറ്റീരിയൽ കിഡ്നി വഴിക്ക് വളരെ പെട്ടെന്ന് പോകും. അതൊക്കെ ഈ സൂര്യ നമസ്കാരം കൊണ്ട് സാധിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യാം. 3, 4, 5 സൂര്യ നമസ്കാരം സാവധാനത്തിൽ ചെയ്യാം. തലവേദന ഉണ്ടെങ്കിൽ അത് പോകും. പുറം വേദന ഉണ്ടെങ്കിൽ പോകും. ദ ബാക്ക് ഏക്ക് ആൻഡ് ദ ഹെഡ് ഏക്ക് വിൽ ബി ഓവർ, വിൽ നോട്ട് ബി ദർ. ജോയിന്റ് ഏക്ക് വിൽ ബി റിമൂവ്ഡ് വെരി ഫാസ്റ്റ്. ആൻഡ് യു ക്യാൻ സീ ദ ബോഡി വിൽ ബി ഫങ്ഷനിങ് സ്മൂത്ത്ലി. കാരണം എക്സർസൈസിന് വിധേയമാവല്ലേ. നമ്മളിങ്ങനെ രാവിലെ ഓടുകയും ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ സമയമില്ലെങ്കിൽ തന്നെ ഒരു സൂര്യ നമസ്കാരം ചെയ്യാൻ 15-20 സെക്കൻഡ് മതി. 5 സൂര്യ നമസ്കാരം ചെയ്യാൻ അത്ര സ്പീഡിൽ ചെയ്യേണ്ട. 5 മിനിറ്റ് കൊണ്ട് 5 സൂര്യ നമസ്കാരം ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ദ കിങ് ഓഫ് ദി എക്സർസൈസ്. വ്യായാമങ്ങളുടെ രാജാവാണ് സൂര്യ നമസ്കാരം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മന്ത്രം ചൊല്ലി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രാർത്ഥിച്ചു വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരെ വേണമെങ്കിൽ നേരെ ചെയ്യാം. ഡു സൂര്യ നമസ്കാര. ഇറ്റ് വിൽ ഗിവ് സ്ട്രെങ്ത് ടു ദി ബോൺ സിസ്റ്റം. ഇറ്റ് വിൽ ബി ഗിവിംഗ് സ്ട്രെങ്ത് ടു ദി മസിൽ സിസ്റ്റം. അസ്ഥികൾക്കും മസിലുകൾക്കും ബ്ലഡിനും ഇറ്റ് വിൽ ബി ഗിവിംഗ് സ്ട്രെങ്ത്. നല്ല സ്ട്രോങ് ആവാൻ സാധിക്കും. ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും ഈ സൂര്യ നമസ്കാരത്തിലെ 10 യോഗാസനം എന്ന ഒരു സൂര്യ നമസ്കാരത്തിൽ, ഇഫ് യു ആർ ഡൂയിങ് സൂര്യ നമസ്കാര ഫോർ 5 times, ഇറ്റ് ഈസ് ഈക്വൽ ടു 50 യോഗാസനം. 50 യോഗാസനം ചെയ്യുന്ന എഫക്റ്റാണ് നമ്മൾ ശരിക്കും 5 യോഗാസനം ചെയ്താൽ. നിങ്ങൾ എല്ലാവരും ചെയ്യണം. ധന്യമായിട്ട് അത് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ ദിവസവും സാധിച്ചില്ലെങ്കിൽ സാധിക്കുമ്പോൾ ഒക്കെ ചെയ്യാം. സ്ത്രീകൾക്ക് ചെയ്യാമോ? ധൈര്യമായിട്ട് ചെയ്യാം. ഗർഭിണികൾക്ക് ചെയ്യാമോ? വേണ്ട. വളരെ പ്രായമായവർ ചെയ്യാമോ? ഒരു സൂര്യ നമസ്കാരം ഇന്ന്, നാളെയും 1, ടുഡേ 1, ടുമോറോ 1. ഇഫ് ഹി ഈസ് വെരി ഓൾഡ്, ഡേ ആഫ്റ്റർ ടുമോറോ 2, ആഫ്റ്റർ ദാറ്റ് 3, maximum 4 or 5. Slowly, steadily, carefully. If somebody is suffering from some other pain or surgery, don't do it. Do it after discussing with the doctor. Those who have got very low sodium content and low BP, do it very carefully. വളരെ കെയർഫുൾ ആയിട്ട് വളരെ ലോ ബി പി ഉള്ളവർ ചെയ്യാം. ലോ ബി പി ഉള്ളവർ ഇത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിന് പകരം നാരങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ സംഭാരത്തിൽ ഉപ്പിട്ട് കുടിക്കുക, നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുക. സോ ദാറ്റ് പെർഫെക്റ്റ്ലി ബി പി വിൽ ബി മെയിൻറ്റെയിൻഡ്. നമ്മുടെ പൈതൃകത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അത് പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കൂടി വേണം. നോട്ട് മിയർലി ലേണിംഗ് അവർ ഹെറിറ്റേജ് ഈസ് ഇനഫ്, ബട്ട് ലേണിംഗ്, ടീച്ചിങ്, പ്രീച്ചിങ്, പ്രാക്ടീസിങ്, and then reacting whenever wrong things you are seeing should be done. So remember, പൈതൃകം പഠിക്കുക, heritage should be learned, എന്നിട്ട് ജീവിതത്തിൽ പകർത്തുക, should be practiced. With these words I conclude. എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം.